ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗാണ് കാണിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് പവിത്രയ്ക്ക് ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എവിടെന്നോ എന്തോ ഒരു ഓഫർ കണ്ടതാണ് കുട്ടി. അതായത് സ്റ്റുഡിയോ 149 എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ഏത് ഹെയർ കട്ട് ചെയ്യാനും 250 ഉള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് ഹെയർ കട്ട് ചെയ്തേ പറ്റൂ എന്ന് ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയതാണ്. ഇത്രയും നീളമുള്ള ഹെയറിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ പോയി അവിടെ നിന്ന് കടയൊക്കെ തപ്പി പിടിക്കാനായിട്ട് കുറേ പാടുണ്ടായിരുന്നു. காப்பாற்ற கூட எனக்கு தெரியாதுரி. எஸ், முன்னாடி விழுந்தோட பெரிய எதுக்குடி இன்னொரு ஹெல்மெட் எடுத்துருந்த? ஐயோ, காப்பாற்ற தெரியாதுரி. காப்பாற்ற தெரிஞ்சா காப்பாற்றுவேன் கண்டிப்பா. கவரை எடுத்து உள்ள வச்சுட்டு வா. ஹாய் கைஸ், பவித்ராவுக்கு ஹேர் கட் பண்ண போகிறோம். இந்த நாள் முடிய சும்மாவே போட்டு ஆட்டுறா. முடியை வேற வெட்டிட்டோன்னா இவ அராஜகம் வேற ஓவராக இருக்குமே. இருக்கிற இதை பார்த்தா இன்னைக்கு ஹேர் கட் பண்ண முடியும்னு நினைக்கிறேன். எல்லா லெவல் கட்டும் 250ல கூட்டம் குமியாது. ഹെയർ കട്ട് ചെയ്യാൻ പോയടുത്ത് ഭയങ്കര കൂട്ടം. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് വിശപ്പിൻ്റെ വിളിയും കൊണ്ട് വന്നതാണ് നമ്മൾ. ഒരേ ജ്യൂസ് 2 സ്ട്രാപ്പ് போட்டு குடிக்கிறோம் தாங்க. கப்பல் கோல்ஸ் வேண்டு பயத்தில் இருக்குல்ல. டயட் ரீசெண்டாக சொல்லி லைக் ரொம்ப டைம் ஆகும். ஸோ நாங்கள் என்ன பண்ணுறோன்னா மெதுக்கு படிக்கிற இந்த இதை படிச்சுட்ருக்கோம். இதில் ஏதாவது எதுவுமே நம்ம யூஸ் பண்ண போகிறதில்ல. பட் ஸ்டில் சும்மா பார்ப்போம். டைம் பாஸ் இல்லை. அவங்க ஃபேஷியல் டீட்டெயில் எல்லாம் கைஸ் நேரம் வெளுத்தப்ப விழிச்சோன்னு இங்கே வந்து கொஞ்சம் க்ரௌட் அதிகமாக இருக்குது. அந்த எக் ஆம்லெட்டும் கழித்து பிடிச்சிருக்கு. பிள்ளைங்க இவ்வளோ கடிச்சது நேரம் கிளம்பி போயிருக்கோம். ஏதாவது பண்ணிட்டு வா, நான் போகிறேன். கிளம்ப அது பக்கத்தில் ஏதாவது கடைக்கு கொண்டு போய் சாப்பிடுவோம். அவி அரேபியன் சாப்பிடுவோமா பவி? அதெல்லாம் ஒன்றும் இல்லை. வி ஆர் ஆல் ஃபுல் நடு தெருவில் அரேபியன் சாப்பிடுவோமா? டயட் என்ன? எஸ், டயட். இப்படி வீடியோ எடுக்கும்போது கேட்காது. ஆல்ரெடி ஒரு 2 கிலோ ஏற்றிட்டான். டயட்டில் எவ்வளோ கிலோ ஏற்றுறான்றது சொல். நேரம் இரவு 10 மணி. இன்னும் வெயிட் பண்ணிட்டு தான் இருக்கும். கூட வந்தவங்க எல்லாம் காலி, காலி. ஸோ அது லாஸ்ட் பர்சன். ഫൈനലി അവൾക്ക് ഹെയർ കട്ട് ചെയ്യാനായിട്ട് കൊണ്ടിരുത്തി. പിന്നെ കട്ട് ചെയ്തു. ബട്ടർഫ്ലൈ ലെയർ കട്ടാണ് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിരുന്നു. സോ കൊള്ളായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് എനിക്ക് ഡിലേ ആവണോണ്ട് എൻ്റെ ഹസ്ബൻഡിനെ വരാൻ പറഞ്ഞ് പിക്ക് ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് പിന്നെ പിക്ക് ചെയ്തപ്പോൾ പിന്നെ ഞാനും കൂടി അവിടെ ഓഫറുണ്ട്, സ്മൂത്തനിങ്ങിനൊക്കെ ഓഫറുണ്ട്, ഇനി ലെന്ത് 3000 ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ നേരം കൺവിൻസ് ചെയ്തു. പുള്ളിക്കാരൻ എല്ലാം മൂളിക്കേട്ടു വന്നു. പിന്നെ ഞാൻ വിശപ്പിൻ്റെ വിളി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പോകണ വഴിക്ക് ബിരിയാണിയും ഗ്രില്ലും വാങ്ങി തിന്നു. ബിരിയാണി അറേബ്യനും കണ്ടപ്പോൾ പിന്നെ എനിക്ക് സ്മൂത്തനിങ് വേണ്ട, ഹെയർ കട്ടും വേണ്ട, എന്തെങ്കിലും നമുക്ക് ഇതൊക്കെ മതി, നമുക്ക് തീറ്റ ആ വിചാരം മാത്രം മതി എന്നായി. ഈ കട നമ്മൾ റെഗുലറായിട്ട് വരുന്ന കടയാണ്. അത് നല്ല രസമുണ്ട്. ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. അറേബ്യൻ എന്നാണ് ഇവിടത്തിൻ്റെ പേര്. സോ ഇതിൽ നമുക്ക് വന്നിട്ട് നിന്ന് കഴിക്കാൻ പറ്റൂ. ഇരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ നിന്ന് കഴിക്കേണ്ട ഒരു സ്ഥലമാണ്.
സോ അപ്പം നമ്മൾ നിന്ന് കഴിച്ചിട്ട് അവൾ വന്നില്ല, അവൾ അങ്ങനെ തന്നെ വീട്ടിൽ പോയി. അപ്പം ഞാൻ അവൾക്ക് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു. അവളെ ഞാൻ കുറച്ച് നേരം വെറുപ്പേറ്റി. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ വന്ന് കയറുമ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. രാത്രി ശുഭരാത്രി.